എൻ്റെ പേര് ദീന, മട്ടന്നൂരാണ്. കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. 6 വർഷത്തിന് ശേഷം ആദ്യം പ്രഗ്നൻ്റായി. അത് 1 മാസവും 10 ദിവസവും ആകുമ്പോഴത്തേക്ക് അത് ഇതായിപ്പോയി. പിന്നെ 6 മാസത്തിന് ശേഷം വീണ്ടും പ്രഗ്നൻ്റായി. അത് മാസം കഴിഞ്ഞ് തന്നെ പ്രസവിച്ചു. പക്ഷേ കുഞ്ഞിന് ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് 2 മാസം വരെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം 9 വർഷത്തിന് ശേഷം വീണ്ടും പ്രഗ്നൻ്റായി. പോസിറ്റീവായി ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സ്കാനിങ്ങിൽ പറഞ്ഞത് ടിൻസാണ്. ഒരു അറയിൽ തന്നെയാണ് 2 കുഞ്ഞുങ്ങളുള്ളത്. ഒരുപാട് പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. 3-ാം മാസത്തിൽ സ്റ്റിച്ചിടണമെന്ന് പറഞ്ഞ് സ്റ്റിച്ചിട്ടു. അതിന് ശേഷം പിന്നീട് 4-ാം മാസം ആയപ്പം സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഒരു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇല്ല, ഒരു കുഞ്ഞിന് മാത്രമേ ഹാർട്ട് ബീറ്റ് ഉള്ളൂ. ഡോക്ടർമാർ തന്നെ കൈവിട്ട അവസ്ഥയിലായിരുന്നു. അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നീ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. അതിനുശേഷം എല്ലാ മാസവും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ പോയി സ്കാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഇൻഫെക്ഷൻ ആകുന്നതിന് നോക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്തും അങ്ങനെ നിന്നു. 8-ാം മാസം തുടങ്ങുമ്പം എനിക്ക് ബ്ലീഡിങ് വന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഡെലിവറി നടത്തണം, സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സിസേറിയൻ ചെയ്തു. അതിനുശേഷം കുഞ്ഞിന് ഓക്സിജൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഓക്സിജൻ മാസ്ക് വെച്ച് NICUലാക്കി. 3 മണിക്കൂറിന് ശേഷം സാധാരണ കുട്ടികൾ നോർമലായിട്ട് ശ്വാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. 3 മണിക്കൂറിന് ശേഷവും കുഞ്ഞിൻ്റെ അവസ്ഥ കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല, ഓക്സിജൻ കൂടിക്കൊണ്ടേയിരുന്നു. അവർ പറഞ്ഞു പുറത്തുനിന്നൊരു ഇഞ്ചക്ഷൻ, വില കൂടിയൊരു ഇഞ്ചക്ഷൻ മേടിച്ച് കുഞ്ഞിന് കൊടുക്കണം. അതിന് ഞങ്ങളോട് എഴുതി വാങ്ങുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നിട്ട് അച്ഛനോട് ചേച്ചി വന്ന് എനിക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട്, പ്രഗ്നൻ്റായ സമയത്ത് യാത്രയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനെ വന്ന് കണ്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിരുന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അന്ന് പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു. അതിനുശേഷം NICUലായിരുന്നപ്പം ചേച്ചി വന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. ജൂലൈ 25-ാം തീയതിയുള്ള ആരാധനയിൽ ചേച്ചി വന്ന് അച്ഛനെ കണ്ടപ്പം അച്ഛൻ ഇവിടുന്ന് ആരാധനയിൽ പറയുന്നുണ്ടായിരുന്നു, പിന്നെ വെന്റിലേറ്ററിലുള്ള കുഞ്ഞിനെ യേശു സുഖപ്പെടുത്തുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, 16 വർഷത്തിന് ശേഷമാണ്, ആദ്യം 6 വർഷത്തിന് ശേഷം പ്രഗ്നൻ്റ് ആയെങ്കിലും അത് നഷ്ടപ്പെട്ടു. പിന്നെ 6 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു കുഞ്ഞിനെ ലഭിച്ചെങ്കിലും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നീട് 9 വർഷത്തിന് ശേഷം, അതായത് വിവാഹം കഴിഞ്ഞ് എത്ര വർഷമാണ്? മൊത്തം 16 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോകുമെന്ന അവസ്ഥയിൽ വെന്റിലേറ്ററിലായിരുന്നു. കുഞ്ഞിനെ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് നമ്മളിവിടെ പ്രത്യേകിച്ച് രാത്രി യേശുനാമ ജപത്തിൻ്റെ സമയത്ത് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാത്രിയിലാണ് കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചത്. ശനിയാഴ്ച കാലത്ത് കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കർത്താവ് ഇടവരുത്തി. ഇന്ന് കുഞ്ഞിനെയുമായിട്ട് അവരിവിടെ വന്നിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് കരമടി. മനുഷ്യന് അസാധ്യമായത് ഞങ്ങൾക്കിനി ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞത്, മനുഷ്യന് അസാധ്യമായത് കർത്താവിന് സാധ്യമാണ്. അവർക്ക് വിളിക്കാം ഈശോയേ. അന്തർ കണ്ടതും മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. വിളിച്ച ഈശോയേ. കാണാൻ പറ്റുന്നുണ്ടോ? ഈശോയേ. ബന്ധിതനായ യേശുവിനും അമ്മ ത്രേസ്യയ്ക്കും കർമ്മലനാഥനും പ്രാർത്ഥിച്ച അച്ഛനും ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്.